നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദേശാഭിമാനി. ദേശാഭിമാനിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള വാർത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കെ സുധാകരൻ തെറിക്കും, അടൂർ പ്രകാശിനെ വെട്ടാനും നീക്കം എന്നുള്ള വാർത്തയാണ്. വെള്ളിയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും. KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ കാര്യമാണ് ദേശാഭിമാനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. വെള്ളിയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും. സമ്മർദ്ദം കൂട്ടി സഭകൾ. പട്ടികയിൽ റോജി എം ജോൺ, ബെന്നി ബെഹനാൻ, സണ്ണി ജോസഫ് എന്നിവരും. സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് ശശി തരൂർ പറയുന്ന പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തരൂർ ക്രൗഡ് പുള്ളർ എന്ന് സാദിഖ് അലി തങ്ങൾ പറയുന്ന പ്രത്യേക കോളവും ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്തായി തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വീതത്തിലും LDF ബഹുദൂരം മുന്നിൽ എന്ന പ്രത്യേകമായ വാർത്ത നൽകുന്നു. അതിൽ LDF 44%, UDF 37, 2 സീറ്റിലും എതിരില്ലാതെയും ജയം. ഇതുകൂടി കൂട്ടിയാൽ വോട്ട് വിഹിതം വീണ്ടും ഉയരും. 7 വാർഡുകൾ UDF 3-ാം സ്ഥാനത്തായി എന്നുള്ള അടക്കമുള്ള ചില വിശദവിവരങ്ങൾ അതിനോടൊപ്പം നൽകുന്നുണ്ട്. മുകളിൽ നാഗ്പൂർ ജംത സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ 86 റൺസിൻ്റെ വിദർഭയുടെ മലയാളി ബാറ്റർ കരുൺ നായർ കേരള ഫീൽഡർ രോഹൻ കുന്നമിലിൻ്റെ എയറിൽ ഔട്ടാകുന്ന ചിത്രം നൽകിയിരിക്കുന്നു. എയറിന് കരുണയില്ല എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ തലക്കെട്ട്. 125 കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം, 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടങ്ങിയെന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യ പേജിൽ ഏറ്റവും അതിന് താഴെ ലവ് ജിഹാദ് വധഭീഷണി ഭയന്നോടി ജാർഖണ്ഡ് സ്വദേശികൾ, സ്വപ്ന സാഫല്യത്തിന് തണലായി മതനിരപേക്ഷ കേരളം എന്നുള്ള പ്രത്യേക വാർത്ത. മുഹമ്മദ് ഷാലിബും ആശാ വർമ്മയുമാണ് ഇത്തരത്തിൽ പ്രണയ സാഫല്യത്തിനായി കേരളത്തിലേക്ക് എത്തിയത്. ഇരുവരുടെയും ചിത്രം അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ഹര ഹര മഹാദേവ് ഹര ഹര ഗംഗെ എന്ന തലക്കെട്ടോടുകൂടി മഹാകുംഭമേളയ്ക്ക് ശുഭസമാപനം എന്നുള്ള വാർത്തയാണ്. ഭക്തകോടികൾ പുണ്യസ്നാനം ചെയ്യുന്ന ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ആ വലിയ ചിത്രത്തിന് തൊട്ട് താഴെയായി ഭീഷണി അവഹേളനം, സമാന്തര മാർച്ച്, CPM പെട്ടു, ആശാസമരം പൊളിക്കാൻ കുതന്ത്രം. അതായത് ആശാ വർക്കർമാരുടെ സമരത്തിന് ലഭിക്കുന്ന ജനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ CPMനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. മാത്രമല്ല CPIയും ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിക്കുകയാണ് എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് വലതുഭാഗത്തായി പിന്നിൽ ഈർക്കിൽ സംഘടനയെന്ന് വീണ്ടും അധിക്ഷേപം. ആശാ വർക്കർമാരെ വീണ്ടും അവഹേളിച്ച് CITU നേതാവ് എളമരം കരീം. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടനയാണെന്നും പിന്നിൽ മറ്റാരും ഉണ്ടെന്നുമാണ് എളമരം കരീം പരിഹസിക്കുന്നത്. അതിന് വലതുഭാഗത്തായി P പരമേശ്വരൻ സ്മാരക പ്രഭാഷണം മാർച്ച് 2-ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നിർവഹിക്കും എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ജഗ്ദീപ് ധൻഖറുടെ ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് താഴെയായി ഇടതുഭാഗത്ത് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം, അഫാന് വിദഗ്ധ പരിശീലനം ലഭിച്ചു, സൗഹൃദ വലയം തേടി പോലീസ്. വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊല നടത്തിയ അഫാന് ഒറ്റയടിക്ക് ഇരയെ നിശബ്ദമാക്കാനും കീഴടക്കാനുമുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ചോ എന്നറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് വലതുഭാഗത്തായി മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന സമൂഹ ശയന പ്രദർശനം എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അതിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട് ജന്മഭൂമി. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, മലയാള മനോരമയിൽ ഇന്ന് വന്യമൃഗ ആക്രമണം, മലയോര നിവാസികളുടെ ജീവിതം മരണഭീതി എന്ന ഹൈക്കോടതി, ലംഘിക്കപ്പെടുന്നത് മൗലിക അവകാശം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള മനോരമ. അതിന് താഴെ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആശ്വാസവാക്കുകളും ധനസഹായവും ജീവന് പകരമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കേസിൽ കക്ഷി ചേർത്തു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു. വലതുഭാഗത്തായി കടൽ മണൽ ഖനനം കേരളത്തിൻ്റെ അനുകൂല നിലപാടിന് തെളിവ്, ഒരു കൈ സഹായം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകുന്നത്. കേന്ദ്ര ഖനി മന്ത്രാലയത്തിൻ്റെ യോഗങ്ങളുടെ ചെലവ് വഹിക്കുന്നത് കേരളമായിരിക്കും. ഖനനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ CPM നേതൃത്വമുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തീരദേശ ഹർത്താൽ തുടങ്ങി എന്ന വാർത്തയ്ക്ക് അതിന് തൊട്ട് താഴെയായി ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ശിവാത്മം എന്ന തലക്കെട്ടോടുകൂടി ശിവരാത്രിയോടനുബന്ധിച്ച് ആഴിമല ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരുടെ തിരക്ക് നൽകിയിരിക്കുന്നു. ആ ചിത്രവും ആഴിമല ക്ഷേത്രത്തിലെ ശിവരൂപത്തിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ആദ്യ പേജിൽ ഏറ്റവും താഴെ നൽകിയിരിക്കുന്നു. ഏറ്റവും താഴെ ഇടതുഭാഗത്തായി നേമം ടെർമിനൽ 2-ാം ഘട്ട വികസനത്തിന് പുനർജീവൻ എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. മാസ്റ്റർ പ്ലാൻ പൂർണ്ണ തോതിൽ ചെലവ് 500 കോടി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വലതുഭാഗത്തായി വെഞ്ഞാറമൂട് കൂട്ടക്കൊല, വൻതുക കടമെന്ന് പ്രതി, തെളിവ് തേടി പോലീസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അഫാനും അമ്മയ്ക്കും 75 ലക്ഷത്തോളം രൂപ കടബാധ്യതയെന്ന് പോലീസിൻ്റെ പ്രത്യേകമായ കണ്ടെത്തൽ. മൊഴികാത്ത പോലീസ് എന്നുള്ളത് പ്രതി കുറ്റം സംബന്ധിച്ചു എങ്കിൽ പോലും മൊഴി എടുക്കേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ട് കാരണം മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മൊഴി കാത്ത് പോലീസ് നിൽക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള മനോരമ. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസിൽ ഐക്യം വേണമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ശശി തരൂർ. ഐക്യമുണ്ടാകുന്നതുവരെ അഭിമുഖങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, മാധ്യമത്തിൽ പുതിയ KPCC പ്രസിഡന്റ് ഉടൻ സുധാകരൻ മാറും, പരിഗണനയിൽ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, സണ്ണി ജോസഫ് എന്നുള്ളവരുടെ പേരുകളുണ്ട് എന്നുള്ള വാർത്തയ്ക്ക് മാധ്യമം ഇടം നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ സീറ്റുകൾ കുറയുമോ, മണ്ഡല പുനർനിർണയത്തിൽ വിവാദ ചൂട്,
പ്രത്യാഘാതം പഠിക്കാൻ സർവകക്ഷി യോഗം വിളിച്ച് MK സ്റ്റാലിൻ. വിഷയം ഏറ്റെടുത്ത് തെലങ്കാനയും കർണാടകയും. നിലവിലെ മണ്ഡലങ്ങളിൽ ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അമിത്ഷാ. മാനദണ്ഡം എന്തെന്ന് പറയാതെ BJP വിഷയത്തിൽ മാനദണ്ഡം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അല്ലെങ്കിൽ ഒരു പ്രത്യേക കോളത്തിൽ മാധ്യമം നൽകിയിട്ടുള്ളത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കാരണം ധൂർത്തും ആഡംബര ജീവിതവും എന്നുള്ള കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട് മാധ്യമം. അതിന് തൊട്ട് താഴെ CPM സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ ഘർ വാപ്പസി. ആദിവാസി ദമ്പതികൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്തുന്നതിനോടൊപ്പം കാട്ടാനകളെ തുരത്തി തുടങ്ങിയപ്പോൾ 2 ആഴ്ച നീളുന്ന ആദ്യഘട്ട തുരത്തിൽ പദ്ധതിയുടെ ഭാഗമായി 6 ആനകളെയാണ് ഇന്നലെ കാട്ടിലേക്ക് വിട്ടത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അമേരിക്കൻ പൗരനാവാം 43.5 കോടിക്ക്, അതായത് $50 ലക്ഷം ചെലവാക്കാൻ ശേഷിയുള്ളവർക്ക് US പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്നു ഗോൾഡ് കാർഡ് വിസ വാഗ്ദാനം ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിക്ഷേപകർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന 35 വർഷം പഴക്കമുള്ള EB-5 വിസയ്ക്ക് പകരമാണിത്. അതിന് തൊട്ട് താഴെയായി എല്ലാവർക്കും പെൻഷൻ. സാർവത്രിക പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിഹിതമുണ്ടാവില്ല. പദ്ധതിക്ക് സർക്കാർ വിഹിതമുണ്ടാവില്ല. നിശ്ചയിച്ച തുക മാസം അടച്ച് 60 വയസ്സായ നിശ്ചിത തുക പെൻഷനായി നേടാം. നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് തുല്യമാവില്ല. പ്രയോജനപ്പെടുന്നവർ വീട്ടുജോലിക്കാർ, സ്വകാര്യ ജീവനക്കാർ, ഗിഗ് വർക്കർ, നിർമ്മാണ തൊഴിലാളികൾ, സൈക്കിൾ റിക്ഷ തൊഴിലാളികൾ, സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർ എന്നുള്ള വിശദവിവരങ്ങൾ അതിനോടൊപ്പം നൽകുന്നുണ്ട്. അതിന് വലതു ഭാഗത്തായി സാമാജികർക്ക് ആജീവനാന്ത വിലക്ക്, കോടതിക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. അതായത് കേന്ദ്രത്തിൻ്റെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തെ സുപ്രീം കോടതിയിൽ എതിർത്ത് കേന്ദ്ര സർക്കാർ. എത്ര കാലത്തേക്ക് അയോഗ്യത കൽപ്പിക്കണമെന്നത് പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നതാണെന്നും കോടതിയുടെ വിഷയമല്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കൈക്കൂലിക്കാർ നിരീക്ഷണത്തിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. 1.5 മാസത്തിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തവർ 16 പേർ. കൂടുതലും റവന്യൂ ഉദ്യോഗസ്ഥർ. അറസ്റ്റിലായവർ വില്ലേജ് ഓഫീസർമാർ 4 പേർ, സർവേ ഉദ്യോഗസ്ഥന്മാർ 2 പേർ, ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ 1, സിവിൽ പോലീസ് ഓഫീസർ 1, ഹെൽത്ത് ഇൻസ്പെക്ടർ 1, ഫെബ്രുവരിയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 1, സർവേയർ 1, റവന്യൂ ഇൻസ്പെക്ടർ 1, പഞ്ചായത്ത് സെക്രട്ടറി 1, MVD ഉദ്യോഗസ്ഥർ 1. കാട്ടിലെ കാന എന്ന തലക്കെട്ടോടുകൂടി കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. എണ്ണവില $73 താഴെ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. അതിന് താഴെയായി കൊല്ലിച്ചത് കടമെന്ന നിഗമനം. അതായത് ലക്ഷങ്ങളുടെ കടം തന്നെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചെന്ന് പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ്. കുടുംബം കടക്കണിയിലാണെന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. പിതാവിൻ്റെ വിദേശത്തെ ബാധ്യത കൂടാതെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു എന്നതാണ് അഫാൻ്റെ മൊഴി. അഫാൻ, പിതാവ് റഹീം, മാതാവ് ഷെമി, അനുജൻ അഫ്സാൻ എന്നിവർക്കൊപ്പം പഴയ ഒരു ഫയൽ ചിത്രവും നൽകിയിരിക്കുന്നു. അതിനടുത്ത ഭാഗത്തായി ശിവരാത്രിയോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വൈകുന്നേരം അനുഭവപ്പെട്ട ഭക്തജന തിരക്ക്. അതിന് ചിത്രം നൽകിയിരിക്കുന്നു. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ അടിച്ചാൽ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കും PV അൻവർ. തൃണമൂലാണ്, പക്ഷേ അടിച്ചാൽ വെഞ്ഞാറയുടെ മൂടാകും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ മഹാകുംഭമേളയുടെ സമാപനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചിത്രം നൽകിയിട്ടുണ്ട്. 66.21 കോടി പുണ്യം. ശിവഭക്തരുടെ മാസ്മരിക പ്രഭയിൽ ആറാടി പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 45 ദിവസത്തെ കുംഭമേളയിൽ 66.21 കോടി പേർ പുണ്യസ്നാനം ചെയ്തു എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. അന്തിമ കണക്കിൽ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയാൻ. തൊട്ട് താഴെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ 60 ലക്ഷത്തിൻ്റെ കടം തെളിവ് ശേഖരിച്ച് പോലീസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഇടതുഭാഗത്തായി കേരള നേതാക്കളുമായി നാളെ ഡൽഹിയിൽ ചർച്ച. കോൺഗ്രസ് നേതൃമാറ്റം ഉണ്ടായേക്കും. യഥാർത്ഥ താരം. N. രാമേന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ N. രാമേന്ദ്രൻ സ്മാരക പുരസ്കാരം സ്വീകരിക്കാൻ തിരുവനന്തപുരത്തെത്തിയ അഭിനേത്രി ശബാന ആസ്പി പുരസ്കാരം സമർപ്പിക്കാനെത്തിയ ശശി തരൂർ MPയെ കണ്ട് ഇതാ യഥാർത്ഥ താരം വന്നു എന്ന് പറഞ്ഞ് ആശ്ലേഷിക്കുന്നു. അതിനടുത്ത ഭാഗത്തായി ഹെപ്പറ്റൈറ്റിസ് B വാക്സിന് തീവില. ഡോസിന് 670 രൂപ, നേരത്തെ 140. കേരള കൗമുദി ചൂണ്ടിക്കാട്ടിയത് ശരിയായി എന്നുള്ള വാർത്തയ്ക്ക് കേരള കൗമുദി വലിയ ഇടം നൽകുന്നുണ്ട്. ഇടത് ഭാഗത്ത് കേരള കൗമുദി സ്പെഷ്യൽ എന്ന തരത്തിൽ. ഏറ്റവും താഴെ ഹൈക്കോടതി ഉത്തരവ്. പൊതുസ്ഥലത്ത് പുതിയ കൊടിമരം പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. അതിന് ഇടതുഭാഗത്തായി തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഒരാളെ ആക്രമിച്ചാൽ ആനയുടെ ഉടമസ്ഥൻ പിണറായി വിജയനാണെന്ന് പറയും വിജയരാഘവൻ. എൻ്റെ ഈ കൊമ്പനാനകൾ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. റംസാൻ വ്രതം ശനിയാഴ്ച മുതൽ തുടങ്ങുന്നുള്ള വാർത്തയ്ക്കും കേരള കൗമുദി ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ
വന്യമൃഗ ആക്രമണങ്ങളിൽ ഹൈക്കോടതി ആശ്വാസവാക്കുകളും ധനസഹായവും മനുഷ്യജീവന് പകരമാകില്ല എന്ന തലക്കെട്ടോടുകൂടി വന്യമൃഗങ്ങളെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന മൗലികാവകാശ ലംഘനം മലയോര മേഖലയിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. ആദ്യ പേജിൽ തന്നെ അതിന് മുകളിലായി ഇനിയൊരാളും കൊല്ലപ്പെടില്ലെന്ന് ഉറപ്പ് തരുമോ? ശ്യാമയുടെ ഈ ചോദ്യത്തിനാണ് ഇന്നലെ ഉന്നതതല യോഗം ഉത്തരം നൽകേണ്ടത്. ആറളം കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കുന്ന ദമ്പതികളുടെ മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മന്ത്രി ശശീന്ദ്രനോട് ശ്യാമ ആറളം ഫാമിൻ്റെ അവസ്ഥ വിവരിക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. കുറ്റവാളികളായ രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഹർജി എതിർത്ത് കേന്ദ്ര സർക്കാർ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപികയും ആദ്യ പേജിൽ. മാവേലി നടന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂൺ. റോഡ് തടഞ്ഞ സമരം CPM നേതാക്കൾക്കെതിരെ കേസ്. ജനത്തിൻ്റെ വഴി തടയുക, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക, ഇതെല്ലാം സമരത്തിൻ്റെ മാർക്സിയൻ നിലപാടായിട്ട് വരും എന്നതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. പുതിയ പദ്ധതി ആലോചിച്ച കേന്ദ്രം എല്ലാവർക്കും പെൻഷൻ എന്ന വാർത്തയ്ക്ക് ഇടത് ഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദീപിക. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.